Human is an immortal spirit engaged in a perishable carrier. അനശ്വരമായ ഒരു ഊർജം അനുദിനം അനുനിമിഷം നശീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കവചത്തിനകത്ത് അടങ്ങുന്നതാണ് മനുഷ്യൻ. ഈ കവചത്തിൻ്റെ സുരക്ഷ, പരിപാലനം, ഇതിലടങ്ങുന്ന ഊർജത്തിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. ഭാരതത്തിൻ്റെ ആയുർവേദ സിദ്ധവേദ സിദ്ധാന്തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ദ ട്രിനിറ്റി അല്ലെങ്കിൽ വാത പിത്ത കഫം എന്ന് പറയുന്ന 3 ഫോഴ്സിൻ്റെ ഇക്വിലിബ്രിയം, ആ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ശരീരത്തിൽ ആരോഗ്യം ഉണ്ടാകുള്ളൂ. ആരോഗ്യം എന്ന് വെച്ചാൽ രോഗമില്ലാത്ത അവസ്ഥ. ഈ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നാം ഔഷധങ്ങൾ സേവിക്കുന്നതോടൊപ്പം ചിട്ടയായ ആഹാര രീതിയും ജീവിതശൈലിയും പരിപാലിക്കുന്നതോടൊപ്പം തന്നെ ശരീരത്തിൽ മുഴുവൻ എപ്പോഴും സദാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഊർജത്തിൻ്റെ സഞ്ചാരത്തിന് തടസ്സമുണ്ടാകാതെ നോക്കേണ്ടതും ശരീര സംസ്കരണ ശാസ്ത്രത്തിൽപ്പെടും. ഈ ആയുർവേദ കോളേജ് സൃഷ്ടിച്ചത് തന്നെ ഡോക്ടർമാരല്ല, ഹീലേഴ്സാണ്, വൈദ്യന്മാരാണ്. അവരാണ് ആദ്യം ഡോക്ടർമാരെ സൃഷ്ടിച്ചത്. എന്നാൽ തന്നെയും ഇന്നത്തെ നിയമപ്രകാരം ഡോക്ടർമാരുടെ ഉപദേശപ്രകാരം ഉള്ളിൽ കഴിക്കേണ്ട മരുന്നുകൾ അവരിൽ നിന്ന് വാങ്ങി നാം കൊടുക്കുന്നു. അനുവദനീയമായ മർമ്മ തിരുമ പ്രയോഗങ്ങൾ, അതിൻ്റെ അടങ്കലുകൾ, അങ്ങനെയുള്ള വ്യവസ്ഥ നാം ചെയ്യുന്നു. ഇതാണ് കളരിയിൽ ധാർമ്മികാശ്രമത്തിൻ്റെ ചികിത്സാ പദ്ധതി.